മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് കുറ്റ്യാടി തളിയിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ലക്ഷദീപ സമർപ്പണം നടന്നു. ലക്ഷദീപങ്ങൾ പ്രകാശിച്ച ക്ഷേത്രാങ്കണത്തിൽ ആവശ്യമായ സഹായങ്ങൾ നൽകിക്കൊണ്ടെത്തിയത് തളീക്കര മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായിരുന്നു. പഴശ്ശിരാജാവിന്റെ കാലം മുതൽക്കേ മതമൈത്രിക്ക് പേരുകേട്ട നാടാണ് കുറ്റ്യാടി. എല്ലാവരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഗ്രാമം. കുറ്റ്യാടി തളിയിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ലക്ഷദീപ സമർപ്പണം നടത്താൻ ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും തീരുമാനിച്ചു. എന്നാൽ ഇത്രയേറെ ദീപങ്ങൾ സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം ക്ഷേത്രത്തിനോട് ചേർന്ന് ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്തുള്ള തളീക്കര മദ്രസയുടെ സ്ഥലം ലക്ഷദീപ സമർപ്പണത്തിനായി വിട്ടുതരുമോ എന്ന് കമ്മിറ്റി ഭാരവാഹികൾ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളോട് ചോദിച്ചു. ഏറെ സന്തോഷത്തോടെ സ്ഥലം ലക്ഷദീപ സമർപ്പണത്തിനായി മഹല്ല് കമ്മിറ്റി വിട്ടു നൽകുകയും ചെയ്തു. ക്ഷേത്രാങ്കണത്തിലെത്തി ആവശ്യമായ സഹായങ്ങൾ നൽകിക്കൊണ്ട് സമർപ്പണത്തിന് മഹല്ല് കമ്മിറ്റി അംഗങ്ങളും സാക്ഷികളായി. ഇപ്രാവശ്യം നമുക്ക് ഒരു ലക്ഷം ദീപം നടത്താൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ജാതി ഭേദമന്യേ ഈ പ്രദേശം മുഴുവൻ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ മദ്രസ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. കാരണം എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് അവർ ചെയ്തിട്ടുണ്ട്. സ്ഥലം തന്നെ നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്ന് അവരാണ്. മറ്റെവിടെയും ഇല്ലാത്ത രൂപത്തിലുള്ള സാഹോദര്യവും അതുപോലെ തന്നെ സ്നേഹവും ഞങ്ങൾ പരസ്പരം വീണ്ടെടുക്കുകയാണ്. എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനും മതത്തിനതീതമായി മനുഷ്യനെ ഒന്നായി കാണാനും എല്ലാ മതങ്ങളും തയ്യാറാകണം. കുറ്റ്യാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഉത്സവങ്ങളെല്ലാം ഇങ്ങനെ മതമൈത്രിയുടെ സന്ദേശം പകർന്നു നൽകുന്നവയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഞ്ജന സുകുമാരനാണ് നമ്മുടെ കൂടെയുള്ളത്. അഞ്ജന, ഒരു നാട്ടിലൊരു ആഘോഷം വന്നാൽ അതിപ്പോൾ ആര് നടത്തുന്നു, എങ്ങനെ നടത്തുന്നു എന്നുള്ളതല്ല, അതൊക്കെ ആ നാടിന്റെ മൊത്തത്തിലുള്ള ഒരു ആഘോഷമായിരിക്കും. ഈ കാണുന്നത് പോലെയുള്ളൂ, ഇത്രയുള്ള മനുഷ്യരൊക്കെ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ എല്ലാം മനോഹരമായിരിക്കും എന്ന് തെളിയിച്ചു തരികയാണ് വീണ്ടും. പണ്ട് മുതലേ മതമൈത്രിക്ക് പേര് കേട്ടിട്ടുള്ള നാടാണ് കുറ്റ്യാടി. ഈ കുറ്റ്യാടി എന്ന് പറയുമ്പോൾ അതൊരു മലയോര മേഖലയാണ്, ഒരു ചെറിയ ഗ്രാമപ്രദേശവും കൂടിയാണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു ലക്ഷദീപ സമർപ്പണം നടന്നിട്ടുള്ളത്. ലക്ഷദീപ സമർപ്പണം എന്ന് പറയുമ്പോൾ അത് ക്ഷേത്രങ്ങളിലും കാവുകളിലും ഒക്കെയാണ് സാധാരണയായിട്ട് നടന്നു വരുന്നത്. അത് 1,00,000 ദീപങ്ങൾ ഒരുമിച്ച് കത്തിച്ചു വെക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. സാധാരണഗതിയിൽ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളും നാട്ടുകാരും ഈ ഭക്തരുമൊക്കെ ഒത്തുചേർന്നിട്ടാണ് ഈ ലക്ഷദീപ സമർപ്പണം നടത്തുന്നത്. ഗ്രാമത്തിൻ്റെ തന്നെ ഒരു സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങായിട്ട് കൂടെ അതിനെ കൂടിയുണ്ട്. അപ്പോൾ ഗ്രാമത്തിലെന്ന് പറയുമ്പോൾ എല്ലാ കുടുംബങ്ങളും ആ ഭക്തി നിറഞ്ഞിട്ടുള്ള ഭക്തരായിട്ടുള്ള കുടുംബങ്ങളൊക്കെ ഈ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമാകും. അപ്പോൾ ഓരോ കുടുംബത്തിലെയും എല്ലാ അംഗങ്ങളും ഓരോ ദീപം വീതം കത്തിച്ച് തെളിയിച്ച് വെക്കുന്ന ചടങ്ങ് കൂടിയാണ്. ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്, ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളുകൾ. അപ്പോൾ ഓരോ കുടുംബത്തിലെയും ആളുകളുടെ പേരിൽ ഇതുപോലെയൊക്കെ ദീപം കത്തിക്കുമ്പോൾ പുതിയ തലമുറയിലെ ആളുകൾ കൂടി ക്ഷേത്രാചാരങ്ങളുടെയൊക്കെ ഭാഗമാവുക, അല്ലെങ്കിൽ അവരെ കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായി ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം കൂടെ ഈ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമായുണ്ട്. അപ്പോൾ ഇവിടെ ഏതായാലും തളിയിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗമായി അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ലക്ഷദീപ സമർപ്പണം നടന്നിട്ടുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ തീരുമാനിക്കുകയായിരുന്നു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഒരു ലക്ഷദീപ സമർപ്പണം നടത്തണമെന്നുള്ളത്. അപ്പോൾ അവർ തീരുമാനിച്ചുറപ്പിച്ചു. നാട്ടുകാരെയും ഭക്തരെയും ഒക്കെ ഒപ്പം കൂട്ടി. അപ്പോൾ നോക്കി വരുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് സ്ഥലം കുറവാണ്. 1,00,000 ദീപങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സ്ഥലം വേണ്ടി വരും. അപ്പോൾ പിന്നെ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാരവാഹികൾ തൊട്ടപ്പുറത്ത് തന്നെ മദ്രസയുണ്ട്. ആ മദ്രസയിലെ അംഗങ്ങളോട്, അവിടുത്തെ മഹല്ല് കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കുകയായിരുന്നു, ഇത്തരത്തിലൊരു ലക്ഷദീപ സമർപ്പണം ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്പം സ്ഥലം വേണം, നമുക്ക് ചില സ്ഥല പരിധിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് സ്ഥലം കൂടെ നമുക്ക് അതിന് വേണ്ടി അനുവദിച്ച് തരാൻ പറ്റുമോ എന്ന് മഹല്ല് കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കണം. അപ്പോൾ അവർ പൂർണ്ണ സമ്മതത്തോടെ പൂർണ്ണ പിന്തുണയോടെ അതിനുവേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ കൂടിയാണ് ഈ ഒരു ലക്ഷദീപ സമർപ്പണം ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നടത്തിയത്. അപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റും 1,00,000 ദീപങ്ങൾ ഒരുമിച്ച് തെളിയിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും
മതമൈത്രി എന്നുള്ളതാണ്. സാഹോദര്യം ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരും തന്നെ ഈ നാട്ടിൽ അവിടെ നിന്ന് വിട്ടു നിന്നില്ല എന്നുള്ളത്. എല്ലാ മതങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളും ആ നാട്ടിലെ ഒരു ഉത്സവം പോലെ തന്നെയാണ് ഈ ഒരു സമർപ്പണത്തിൽ എത്തിച്ചേർന്നതും. എന്തായാലും ഈ മഹല്ല് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളുകൾ പോലും വേണ്ടത്ര സഹകരണത്തോടെ ഒരു പിന്തുണയോടെ ഈ സമർപ്പണത്തിന് വേണ്ടി ഒത്തുകൂടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ആ നാട്ടിലൊരു ഉത്സവമായി ആ ഒരു ചടങ്ങ് മാറുകയായിരുന്നു. നാനാ മതത്തിൽപ്പെട്ട ആളുകളും അതിൽ പങ്കെടുത്തു. മതസൗഹൃദം എന്താണ് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഏതായാലും മനസ്സിലാകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയായാലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പോലും പലയിടത്തും ഈ മതത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നൊക്കെ നമ്മൾ സ്ഥിരം വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ്, നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു മതമൈത്രിയുടെ സന്ദേശം വിളിച്ചൊരുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക, അത് വലിയ വിജയമായി തീരുക എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ലക്ഷം ദീപങ്ങൾ അവിടെ അത്രയും ഒരുമിച്ച് അണിനിരന്നപ്പോൾ അത് വീണ്ടും വീണ്ടും മനോഹരമാകുന്നത് ഈ മനുഷ്യരെല്ലാം കൂടി ഒരുമിച്ച് നിന്നതുകൊണ്ടാണ്, ഒത്തൊരുമയോടുകൂടി നിന്നതുകൊണ്ടും കൂടിയാണ്.